Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, 1 minute. Okay. Good afternoon, all. Prayer പറഞ്ഞോട്ടാ. ഞാൻ പറയാം. ആലം ദയാലുവായി ദാസ്യന്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിക്കും ഞങ്ങളെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുവും നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല സന്മാർഗനിഷ്ഠർ തന്വഴിയല്ല ആലം ദയാലുവായി ദാശന്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. Quotes ഞാനാണ് മാം. പറഞ്ഞോടാ. Quotes പറയട്ടെ. പറഞ്ഞു. The future depends on what we do in the present. Mahatma Gandhi. സൈൻ ഇൻ ഞാനാണ് മാം. ശ്രുതി. ഒരു ചെറിയ മോറൽ സ്റ്റോറി പറയാം മാം. സൈൻ ഇൻ ചെയ്യാം. ഒരു ചെറുപ്പക്കാരന് നല്ലോണം ദേഷ്യം വരും. ആ ദേഷ്യം ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടേ ഇരിക്കുന്നു. അവൻ തന്നെ അത് ഒരുപാട് മിസ്റ്റേക്കായി തോന്നിയപ്പോൾ അവൻ്റെ അച്ഛനോട് അവൻ സംസാരിച്ചു, അച്ഛൻ എനിക്കിങ്ങനെ നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്, ഇങ്ങനെ കുറയ്ക്കാന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു, കുറച്ച് ആണികൾ നമ്മൾ വാളിൽ ചുമരിൽ തറയ്ക്കുന്ന ആണികൾ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എപ്പോഴൊക്കെ എത്രയൊക്കെ ദേഷ്യം വരുന്നു നീ അത്ര ആണികൾ വീട്ടിൻ്റെ ബാക്കിലുള്ള ചുമരിൽ തറയ്ക്കും എന്ന് പറഞ്ഞു, തല്ലാൻ പറഞ്ഞു. അതേപോലെ ഫസ്റ്റ് ദിവസം മാം അടുത്ത കുട്ടീൻ്റെ സൗണ്ടാണത്. ഫസ്റ്റ് ദിവസം ആ ചെറുപ്പക്കാരൻ 10 ആണി ആ ചുമരിൽ തറച്ചു. 2ാം ദിവസം 7 ആണി, 3ാം ദിവസം 5, പിന്നെ അങ്ങനെ ഓരോ ദിവസമായിട്ട് 2, 1 ലാസ്റ്റ് 1 ആണി അവൻ തറച്ചു. എന്നിട്ട് അവൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ എനിക്ക് ഇപ്പോൾ ദേഷ്യം വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തം അവൻ 45 ആണികൾ അവൻ ചുമരിൽ തറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ആ മകനോട് പറഞ്ഞു, നീ തറച്ച ആണികളിനെയൊക്കെ ഓരോ ദിവസം എനിക്ക് ദേഷ്യം വരാത്ത ദിവസത്തിനൊക്കെ അത് വലിച്ചെടുക്ക് എന്ന് പറഞ്ഞു. അവനും അതുപോലെ അവൻ ഓരോ ദിവസം അവന് ദേഷ്യം വരാത്ത ഓരോ ദിവസം അവൻ അത് പോയി വലിച്ചെടുത്തു. അങ്ങനെ 45 ദിവസം കൊണ്ട് അവൻ 45 ആണികളും വലിച്ചെടുത്തിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ തറച്ച ആണികളൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ആ അച്ഛൻ ആ മോനോട് ആ ചുമര് കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലുള്ള ഈ ചുമരിൽ നീ ആണി തറച്ചപ്പോൾ ഉണ്ടായ മുറിവിനൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ചുമരിൽ ഹോൾസ് ആയതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. അതേപോലെ എനിക്ക് ദേഷ്യം വന്ന സമയത്തൊക്കെ നീ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയുകയോ നിന്റെ ബിഹേവിങ്സ് കൊണ്ട് അവരുടെ മനസ്സ് നൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എപ്പോഴും ദേഷ്യം വരുന്നത് നമ്മൾ കുറയ്ക്കണം. അത് എന്തിനാണ് ഇനിയൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ദേഷ്യം വരുന്നത് നമ്മൾ കുറയ്ക്കണം. ഇതേ ചുമരിൽ മുറിപാടുകൾ പോലെ തന്നെയാണ് അവരുടെ മനസ്സിലും ആ മുറിവുകൾ ഇപ്പം നിറഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞിട്ട് മകനോട് അച്ഛൻ പറഞ്ഞു മാം. ഓക്കെ, നല്ലൊരു സ്റ്റോറി ആയിരുന്നു കേട്ടോ. നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എടുക്കേണ്ടത് അല്ലേ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എടുക്കേണ്ടത് തുടങ്ങിയിട്ടില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആ ചാപ്റ്റർ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളേ, അങ്ങനെയല്ലേ? ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫ് വരെ ഇത് നോർമലൈസേഷന്റെ ഇതുവരെ പറഞ്ഞു. ഓക്കെ, എന്താണ് നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? മോണ്ടിസോറി നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഹാർമണി ടു ദ എൻവയോൺമെന്റ്.
നമ്മളുടെ എൻവയോൺമെന്റിനോടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാർമണി അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുമായി പൂർണ്ണമായുള്ള ഒരു ഐക്യത്തെയാണ് എന്ന് പറയുന്നത് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നോർമലൈസേഷൻ നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്? ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് നോർമലൈസേഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ മേ ബി നോർമലൈസ്ഡ് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിരിക്കാം. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർ മേ ബി ഡീവിയേറ്റഡ് ആയിരിക്കാം. അവർ നമ്മൾ ത്രൂ വർക്കിങ്ങിലൂടെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നതിലൂടെയാണ് അവർ നമ്മൾ ആരായിട്ട് മാറ്റുന്നത്? നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുന്നത്. സോ മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. നിങ്ങളെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾ എന്താവുന്നത്? പെർഫെക്റ്റ് ആകുന്നത്. ആദ്യം ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ ഫസ്റ്റ് ബാച്ചിന് ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. കാരണം എന്താണ്? നമ്മള് ഫേസ് ടു ഫേസ് കോൺടാക്റ്റിൽ വന്നിട്ടാണ് ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തത്. ഓൺലൈനായിട്ട് ക്ലാസ് കോവിഡിന്റെ സമയത്ത് കുറച്ച് നാളെ എടുത്തിട്ടുള്ളൂ, അതും ഒത്തിരി ബുദ്ധിമുട്ടെടുത്തത്. പിന്നെ ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു പ്രാക്ടീസ് കുറവുണ്ടായിരുന്നു. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, സിസ്റ്റം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കുട്ടികളുടെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമയം അലോ ചെയ്യണം. കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഫേസ് ടു ഫേസ് എക്സ്പ്രഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് ത്രൂ വർക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ത്രൂ ക്ലാസ് എടുക്കുന്നതിലൂടെ ഞാൻ എന്ത് ചെയ്തു? അത് കൂടുതലായിട്ട് എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു. എനിക്ക് കുട്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചില്ലെങ്കിൽ എനിക്കൊരു ഡൗട്ടാണ്. ഇപ്പോഴത്തെ ഡൗട്ട് വരും, അയ്യോ എനിക്ക് അപ്പൊ അത് മനസ്സിലായില്ലേ, ക്ലിയർ ആവാത്തോണ്ടാണോ? അപ്പൊ നമ്മൾ ഒരു വ്യക്തിനെ പെർഫെക്റ്റ് ആക്കുന്നത് എങ്ങനെയാണ്? ത്രൂ വർക്കിങ്ങിലൂടെയാണ്. നമ്മളൊരു ക്ലാസ് എടുക്കാൻ നമ്മളുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ത്രൂ അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വരും. നമുക്കൊരു ടാസ്ക് കിട്ടിയിരുന്ന ആൽഫബറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മെറ്റീരിയൽസ് ഒന്നില്ലെങ്കിൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ചാർട്ട് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും? ആൽഫബറ്റ്സ് പഠിപ്പിക്കും. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ആൽഫബറ്റ് ചാർട്ട് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ട്രെയിൻ ചെയ്യും. സോ നമ്മൾ ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് ഒരു കുട്ടിയെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ത്രൂ വർക്കിംഗ് നമ്മൾ വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോഴാണ് ആ കുട്ടിയിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. നമ്മൾ കുട്ടികളെ എല്ലാ പാരന്റ്സും കളിക്കാനൊക്കെ വിടും, പുറത്തൊക്കെ പ്ലേ ചെയ്യാനും കളിക്കാനൊക്കെ വിടുന്നവരുണ്ട്. നല്ല കാര്യമാണ്. ചില പാരന്റ്സ് വിടാത്തവരുണ്ട്. എന്റെ പേഴ്സണലി എനിക്കറിയുന്ന കുറെ ഫാമിലീസില് കുറച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുതലായതുകൊണ്ടായിരിക്കാം അവരെ തിങ്കിങ്ങില്ല പുറത്ത് പോയി കളിക്കാൻ പാടില്ല, വെയിറ്റ് ചെയ്തിരിക്കണം. ആ കുട്ടി ഫുൾ ടൈം എന്താണ്? ഫോണിലാണ്. പക്ഷേ സാധാരണ ആൾക്കാരുടെ മക്കൾ അല്ലെങ്കിൽ സാധാരണ പുറത്തൊക്കെ പോയി നന്നായിട്ട് കളിക്കുന്ന കുട്ടികളിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ട്. വെച്ചാല് ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ അവർ ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു. സോ അവരുടെ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആണ്. മറ്റേ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഫോണിലാണ്. സോ അതിന് ഒത്തിരി നേരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി നേരം അതിന് വേണ്ട കാര്യങ്ങൾ അവര് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് ഒത്തിരി നേരം പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ കുട്ടിയെ നമുക്ക് പെർഫെക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ത്രൂ വർക്കിങ്ങിലൂടെ ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്കൊരു കുട്ടീനെ എന്താക്കാൻ പറ്റുക? പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റുന്നത്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വർക്കിങ്ങിലൂടെ മാത്രമാണ് പോസിബിൾ ആക്കുന്നത്. ഇനി അടുത്ത എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ആർക്കൊക്കെ ഇവിടെ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവരുണ്ട്? പാഷൻ ഓരോരുത്തർക്ക് ഉണ്ടാവില്ല, പാഷൻസ്, ഡ്രീം. ആർക്കൊക്കെയാണ് ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളത്? നിങ്ങളോട് ആർക്കില്ല? ശ്രുതിക്കുണ്ട്, സജിതയ്ക്കുണ്ട്, വേറെ ആർക്കില്ല കേട്ടോ. അഞ്ജുനില്ല, നിഹാലിനില്ല, മഞ്ജുഷയ്ക്കുണ്ട്. ഇല്ല, ടീച്ചിങ് പാഷൻ അല്ല. അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടാവും പാഷനായിട്ട്. എന്താണത്? വേറെന്താ പാഷൻ മോന്റെ? ഓക്കെ, പിന്നെ പറഞ്ഞാൽ മതി, നമുക്കൊരു അവസരം തരാം എല്ലാവരുടെ പാഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവർ ഈ ഒരു ഫീൽഡിലേക്ക് വരാണെങ്കിൽ അവർക്ക് 100% എൻജോയ് ചെയ്ത് ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഞാൻ ചെയ്തിരുന്ന ജോലി അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്.
ആ സമയത്ത് കിട്ടാത്ത സാറ്റിസ്ഫാക്ഷൻ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് തിരിഞ്ഞതിന് ശേഷം എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എന്റെ ഫുൾ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ആ ജോബ് എന്നല്ല ആ ഒരു കാര്യം ചെയ്യുന്നത്. ഫുൾ ഹാപ്പിയാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. ഡേ ടു ഡേ ക്ലാസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഒത്തിരി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ലൈക്ക് നൈറ്റ് സ്റ്റഡീസ് ഉണ്ട്, വീണ്ടും വീണ്ടും നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരുമെന്ന്. അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും നമ്മളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും കാര്യങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് പി ജി ചെയ്യേണ്ടി വരും. ഇപ്പൊ പി ജി ഉള്ളവര് അടുത്ത പി ജി നെക്സ്റ്റ് പി ജി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മളുടെ നോളജ് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കേണ്ടി വരും, ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഞാൻ പറഞ്ഞതാണ് ടീച്ചിങ് അല്ല, എന്റെ കാര്യം സംബന്ധിച്ചാണെങ്കിൽ എന്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ടീച്ചിങ് ആണ് എന്റെ പാഷൻ എന്ന് തിരിച്ചറിയും. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരികയും ചെയ്തതിനു ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് ഞാൻ അത്രയും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർ പറയും നിങ്ങൾക്ക് ഇത്രയും ടഫാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പഠിക്കണ്ടേ, ഫാമിലി എന്നൊക്കെ പറയും. എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ ഇത്രയും ടഫായിട്ടാണോ എന്ന് ചോദിക്കും. ഇല്ല, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ 100% ഹാപ്പിയിലാണ് നമ്മൾ ആ വർക്ക് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് എന്താണ് അവന്റെ മസ്കുലാർ എനർജി അതേപോലെ തന്നെ മെന്റൽ എനർജി ഒരുമിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അവന്റെ മെന്റൽ എനർജി, അവന്റെ മനസ്സ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കണം ശരീരവും നിൽക്കേണ്ടത്. ഒരിക്കലും മനസ്സും ശരീരവും എന്ത് ചെയ്യാൻ പാടില്ല, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ആഗ്രഹം ഒന്നാണ്, ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒന്നാണ്, പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന മാർഗം വേറെ ആണെങ്കിൽ അവിടെ ഒരു ക്ലാഷ് വരും. നിങ്ങൾക്കാണെങ്കിൽ സ്വയമേ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതായി തീരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പഠിച്ചില്ലേ, ഏത് സ്റ്റേജിലാണ് നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ ഒരു നീഡ് അച്ചീവ് ചെയ്യാനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രയത്നിക്കേണ്ടത്. അതിന് വേണ്ട മാർഗങ്ങൾ എന്തും ആവാം, പക്ഷെ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ 100% നമ്മൾ എപ്പോഴാണ് ഫുൾഫിൽ ആകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ മനസ്സും ശരീരം ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ മൈൻഡും ബോഡിയും എപ്പോഴും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യണം. അതേപോലെ സൗണ്ട് മൈൻഡ്, നല്ലൊരു ആരോഗ്യമുള്ള മനസ്സ് അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, സൗണ്ട് ബോഡിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സും കുടികൊള്ളും. നമ്മളത് ശ്രദ്ധിക്കണം. കേട്ടോ. നോർമലൈസേഷനുള്ള 3 പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? ഞാൻ റീഡ് ചെയ്യാം. ഫസ്റ്റ് തുടങ്ങിയല്ലേ മിസ്സേ? തുടങ്ങിയല്ലോ. Normalization. Dr. Montessori discovered that a new normalized child would frequently emerge as a result of being in complete harmony with his entire environment. She developed her special method based on this disclosure. Montessori described this process of fundamental change in the child as normalization. Among the revelations the child has brought us, there is one fundamental importance, the phenomenon of the normalization through work. It is certain that the child's aptitude of work represents a vital instinct. For without work, his personality cannot organize itself and deviate from the normal line of its construction. Man builds himself through working. According to Montessori, in a growing child, there are 2 streams of the body, especially the muscular energy expended in voluntary movement. Second is the mental energy of intelligence and will. These 2 aspects of the personality, mind and body, should never become divorced. Instead, these 2 should work in unison, otherwise the child will be deviated. ഓക്കെ, ഈ കാര്യങ്ങൾ കണ്ടത് ഞാൻ പറഞ്ഞതനുസരിച്ച് മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരൂ. ഓക്കേടാ. നമുക്ക് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ആണ്. ഒരു കുട്ടിയിൽ വരുന്ന മാറ്റത്തെ, ഫുൾ ആയിട്ടുള്ള എൻറ്റയർലി വരുന്ന മാറ്റത്തെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്യാരക്ടർ പഠിക്കുമ്പോൾ ഒരു നോർമൽ ചൈൽഡ് എങ്ങനെയായി മാറും എന്നുള്ളത് നമ്മൾ നോക്കും.
ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കുട്ടീനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് നോർമൽ ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഒരു വ്യക്തിനെ നോർമൽ ചൈൽഡ് ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യരെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് പറ്റുന്നത്. ഒരു വ്യക്തി ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് പെർഫെക്റ്റ് ആയിട്ടില്ല. വീണ്ടും വീണ്ടും ആ വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ആ വർക്കിൽ അദ്ദേഹം എന്താകുന്നത്? പെർഫെക്റ്റ് ആക്കി മാറുന്നത്. സോ മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിയിൽ പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആ വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് വരും. സോ പിന്നെ മോണ്ടിസോറി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് അവരുടെ മനസ്സും ശരീരവും ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാൻ. അവൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സും ശരീരവും ഒരു സ്ഥലത്താണെങ്കിൽ മാത്രമേ അവന് മെന്റൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ മൈൻഡിനെ ഒത്തിരി നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റിപ്പീറ്റ്ലി നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ ഒരു എന്താണ്? ഓക്കെ, റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1 മിനിറ്റ് കേട്ടോ, ഒന്ന് റീഡ് ചെയ്യേ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. അപ്പോ നമ്മളൊരു വ്യക്തിയെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. മേ ബി ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ, നമ്മൾ ആ നോർമൽ ലൈനിൽ നിന്ന് മാറ്റമുള്ള കുട്ടികളെ നോർമൽ ചൈൽഡ് ആക്കുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇനി നമ്മൾ നോക്കുന്നത് നോർമൽ ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തെല്ലാമാണ് നോർമൽ ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. നമ്മൾ ഡിസ്കവറീസ് നോക്കിയത് മോണ്ടിസോറിയുടെ ഡിസ്കവറീസ്, അതായത് റിലേറ്റഡ് ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ചൈൽഡ്. നമ്മള് എന്താ പറയാ, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ക്ലാസ് റൂമില് മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സ്പീരിയൻസിൽ നിന്ന് ആണ് നമ്മൾ ഓരോ ഡിസ്കവറീസും ഐഡന്റിഫൈ ചെയ്തത്. അതിൽ നമ്മൾ ലവ് ഓഫ് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് ഓഫ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല അല്ലെ? ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇല്ലേ നമ്മൾ പറഞ്ഞെന്താണ്? ലവ് ഓഫ് ഓർഡർ ആണ് നമ്മൾ പറയുന്നത്. നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിന് അതിൻ്റെതായ ഒരു ഓർഡർ നമുക്ക് ഫീൽ ചെയ്യും. മോണ്ടിസോറി സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ഇമേജസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളും അതേപോലെ കുട്ടികളുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങൾക്കൊക്കെ ഒരു ഓർഡർ ഉണ്ട്. എല്ലാ മെറ്റീരിയൽസും അതാത് പ്ലേസിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ശരിക്കും അവിടെയുള്ള സ്റ്റാഫോ ടീച്ചേഴ്സോ എന്താ പറയാ നമ്മൾ ഫെസിലിറ്റേറ്ററോ ഒന്നല്ല ചെയ്യുന്നത്. ഇത് ആര് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? നമ്മളുടെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ത്രൂ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് അവര് അഡാപ്റ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരൊരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ തിരിച്ച് റീപ്ലേസ് ചെയ്യുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുക. ഉത്തരവാദിത്തമല്ല, അത് അവരുടെ ആണ്. അവർ തന്നെ അത് ചെയ്യും. നോർമലി അവർ തന്നെയാണ് ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് മാത്രം ചെയ്താൽ മതി. നമ്മൾ കുട്ടികളെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സൂപ്പർവൈസ് ചെയ്താൽ മതി. ഇത് ഈ ലവ് ഓഫ് ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം അവർക്ക് അവരുടെ എൻവയോൺമെന്റിനോട് വളരെ ഇഷ്ടമാണ്. കാരണം മോണ്ടിസോറി എൻവയോൺമെന്റ് കണ്ടോ, നല്ലൊരു സാധാരണ നോർമൽ ക്ലാസ് റൂമിനേക്കാളും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഇത് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ മോണ്ടിസോറി എൻവയോൺമെന്റിനോട് അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്കാം. Love of order. The child discloses an intense love of the environment.
സാധാരണ കുട്ടികൾക്ക് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിനോട് വളരെ ഇഷ്ടമായിരിക്കും. ആദ്യമായിട്ട് കുട്ടി ക്ലാസ്സിലേക്ക് വരാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു 2 months 3 months ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. 2 months ഒക്കെ ഉള്ളപ്പോൾ. അപ്പൊ നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരെയും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടം, ഈ മെറ്റീരിയൽസിനോട് ഒരു ഇഷ്ടം തോന്നും. അപ്പൊ അത് ഇഷ്ടം തോന്നുമ്പോൾ മേ ബി എല്ലാവർക്കും ചിലവർക്കൊക്കെ അത് എന്താ പറയാ, ചെറിയ കുട്ടികളില് നമ്മള് കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് കാണുന്നവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് വേണം എന്നുള്ള ഫീലിംഗ് ഒക്കെ തോന്നും. അത് അവർക്കത് മാറി, ആ ഫീലിംഗ് മാറിയിട്ട് അവരത് ഐഡന്റിഫൈ ചെയ്യും. ഈ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഉള്ളതാണ്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്. എന്നെ പോലെ തന്നെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓർഡർ അവർ ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു ഓർഡർ ഉണ്ട്. ആ മെറ്റീരിയൽസിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായൊരു ഓർഡർ ഉണ്ട്. The child disclose an intense love of environment. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കറസ്പോണ്ടിങ് ambition to conserve the order in it. അതേപോലെ തന്നെ അവരാണ് മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആര് തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്. ഈ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികളായിരിക്കും മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ത് ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരായിരിക്കും, നമ്മളുടെ എന്താ പറയാ ഓൾഡർ വൺസ് ആയിരിക്കും. യങ്ങർ വൺസ് അത് കണ്ടവർ ശീലിക്കാണ്. മുതിർന്നവർ ചെയ്യുന്നത് കാണുമ്പോൾ ബാക്കി നമ്മൾ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണല്ലോ മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ളത്. സോ അപ്പൊ അവർ ആ ഓർഡർ അവർ എന്ത് ചെയ്യും, സ്വയമേ എന്ത് ചെയ്യാൻ തുടങ്ങും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. The acumen is the principle of the order. The main principle, അതിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്, ലവ് ഓഫ് ഓർഡർ ആണ്. കുട്ടികള് മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികള് മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസും കാര്യങ്ങൾക്കും അതിൻ്റെതായ ഓർഡറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ലവ് ഓഫ് വർക്ക് ആണ്. കുട്ടികൾക്ക് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് നല്ല രസമാണ്. ഓരോ മെറ്റീരിയൽസും നല്ലൊരു രസമാണ്. കാരണം മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോ ജസ്റ്റ് ഒരു മെറ്റീരിയൽ പറയുകയാണെങ്കിൽ പിങ്ക് ടവറിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മെറ്റീരിയൽസ് ഇപ്പൊ ക്ലാസ് റൂമിലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടിക്കൽ സെഷൻ കൊടുത്തതാ. അപ്പൊ മെറ്റീരിയൽസ് എന്റെ അടുത്തുണ്ട്. ഇതില് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബൈനോമിയൽ ക്യൂബ് എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്, മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബൈനോമിയൽ ക്യൂബ് എന്നാണ് ഇതിനെ പറയുന്നത്. 2 സെഷൻ ക്യൂബ്സും ക്യൂബോയിഡും ഉണ്ട്. ഇതിന് പറയുന്ന പേര് ബൈനോമിയൽ ക്യൂബാണ്. ക്യൂബുകൾ ഉണ്ട്, അതേപോലെ തന്നെ ക്യൂബോയിഡുകളും ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ബൈനോമിയൽ ക്യൂബ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇത് നോക്കാണ്ട് ചെയ്യാം, പക്ഷെ ഞാൻ നോക്കിയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം പ്രസന്റ് ചെയ്യല്ലേ, ഞാൻ ബൈനോമിയൽ ക്യൂബ് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അതെങ്ങനെ അറേഞ്ച് ചെയ്യണം നോക്കാം കേട്ടോ. ഇതിനെ നമ്മള് പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് ലെവലാണ്. ഞാൻ കൈയൊക്കെ വെച്ച് ഹാൻഡൊക്കെ വെച്ച് ടച്ച് ചെയ്തൊക്കെ നോക്കി പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്യൂബാണ്. ഞാൻ നോക്കിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ 3 ഈസി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. നോക്കാണ്ട് ചെയ്യുമ്പോൾ ഇത്തിരി പാടായിരിക്കുള്ളൂ കേട്ടോ. കണ്ടോ, ബൈനോമിയൽ ക്യൂബ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നോക്കി ചെയ്തു എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ
ഞാൻ ഇവിടെ താഴത്തെ ലെയർ നോക്കിയിട്ടാണ്, ഈ ഒരു ബോക്സ് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അവരോട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറയും. ഇതെല്ലാം സെയിം ഐഡന്റിക്കൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പെർഫെക്റ്റ് ആയി. സ്ക്വയർ നോക്കാം, നമ്മളത് ലെയർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അത് ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഈ ശരി ആണോ, ഇതാണ് ബൈനോമിയൽ ക്യൂബ് കേട്ടോ. സോ നമ്മള് ഈ ഒരു മെറ്റീരിയൽസ് നമ്മള് എന്ത് ചെയ്യുമ്പോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ വീണ്ടും റിപ്പീറ്റ്ലി ചെയ്യും. നമ്മളിപ്പോ മുതിർന്നവര് ചിലപ്പോൾ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യണമെന്നില്ല. ബട്ട് കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർ റിപ്പീറ്റ്ലി അവർ സ്വയമേ അത് ഐഡന്റിഫൈ ചെയ്യും. ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും ആ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നൊരു മെറ്റീരിയലാണ് ഇത് ബൈനോമിയൽ ക്യൂബ്. ഞാൻ റിപ്പീറ്റ്ലി ചെയ്ത് തന്നെയാണ് അത് എന്ത് ചെയ്തത്, റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് എറർ ചെയ്ത് ഞാനത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മിക്ക മെറ്റീരിയൽസും അതെ, പിങ്ക് കവർ, ബട്ടൺ ഫ്രെയിംസ്, ഒത്തിരി മെറ്റീരിയൽസ് നമുക്കുണ്ട്. ഈ ഓരോ മെറ്റീരിയൽസും നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർക്ക് ആ വർക്ക് ചെയ്യാനും വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ആ മെറ്റീരിയലിനോട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. നമ്മൾ എപ്പോഴാണ് ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരില്ലേ, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ആ മെറ്റീരിയൽസിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടം ഫീൽ ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇതാണ് ലവ് ഓഫ് വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം, ആ ഒരു ഇന്റൻസ്. ചില കുഞ്ഞു കുട്ടികളാണ് 2.5 years മുതലുള്ള കുട്ടികളെ നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ കുട്ടികളിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ക്രിയേറ്റീവ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് വീണ്ടും ഓരോ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ഒരു ഇഷ്ടമായിരിക്കും. ഒത്തിരി നേരം ഒരു ഡിസ്റ്റർബൻസും ഒന്നും ഇല്ലാതെ ഒത്തിരി നേരം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നോക്കാം. വർക്ക് ഇൻ ദിസ് സെൻസ് മീൻസ് എനി ആക്ടിവിറ്റി, വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് ആക്ടിവിറ്റിയും ആവാം, which affect the child whole personality. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഹോൾ പേഴ്സണാലിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. As a form of self-expression and carries the child a corresponding joy in performing it. അപ്പോൾ കുട്ടികൾക്ക് അവർ വർക്ക് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ജോയ്, ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോൾ അവർക്ക് മിസ്റ്റേക്ക് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മിസ്റ്റേക്ക് വരുമായിരുന്നു. ഞാനത് കറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ആണ്, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, ഞാൻ ചെയ്തു. അപ്പൊ ആലോചിക്കും, കുട്ടിയുടെ സന്തോഷം ആലോചിക്കും. ഇത്രയും വലിയ ഞാൻ ചെയ്തു ഹാപ്പിനെസ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ജോയ് ആയിരിക്കും. അവര് ആ വർക്കിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ അതിന്റെ ഫുൾ റിസൾട്ട് എൻഡ് റിസൾട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾ ആ വർക്കിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. നമ്മൾ ഡിസ്കവറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റൽ കോൺസെൻട്രേഷൻ എന്താന്നുള്ളത്. മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത് 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവരുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഒത്തിരി നേരം ഒരു ഡിസ്റ്റർബൻസും വരാത്ത രീതിയിൽ അവർക്ക് ആ വർക്ക് അല്ലെങ്കിൽ അവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്, ഒരു 3 years മുതലുള്ള കുട്ടികളിലുണ്ട്. നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി ഒരു കുട്ടി നോബിൾഡ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തപ്പോ എന്താണ് ആ ഒരു കോൺസെൻട്രേഷൻ കുട്ടികളിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? നോബിൾഡ് സിലിണ്ടേഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണ്ടിട്ടില്ലല്ലോ. അവസരം കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനി ചിലപ്പോ ഹെഡ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഇന്ന് നോബിൾഡ് സിലിണ്ടേഴ്സ് കൂടി കാണിച്ചു തരാം.
കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. കാണാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് നമ്മളുടെ കയ്യിലുള്ള നോബിളുടെ സിലിണ്ടേഴ്സ്. ഇത് 5 ആണ് ഇതിൽ വരുന്നത് കേട്ടോ. 5 ലെയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. നമ്മൾ 10 ഉള്ളതുണ്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടില് ലൈവ് ക്ലാസ്സിലൊക്കെ കാണിക്കാനുള്ളതുകൊണ്ടാണ് ചെറിയ നോബിൾ സിലിണ്ടേഴ്സ്. വലുതാണെങ്കിൽ ഒത്തിരി വലുതായിരിക്കും, നമുക്കത് ചിലപ്പോൾ സിസ്റ്റത്തിൽ കാണിക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 5 പീസിന്റെ നോബിൾ സിലിണ്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് നോബിൾ സിലിണ്ടേഴ്സ് ആണ്. ഇതിൽ ഹൈറ്റും വെഡ്ത്തും ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ്, നോബിൾ സിലിണ്ടേഴ്സ് ആണ്. ഫസ്റ്റ് പറയുന്നത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിഡ്ത്തിൽ മാറ്റം വരുന്നു എന്നാണ്. ഹൈറ്റ് റിമെയിൻ സെയിം ആണ് കേട്ടോ. ഇത് വിഡ്ത്ത് റിമെയിൻ സെയിം ആണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസ്, അത് ഈ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതാണ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് മാറ്റം വരുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈറ്റ് കൂടുന്നുണ്ട്, അതിനൊപ്പം തന്നെ വിഡ്ത്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഹൈറ്റ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്ത്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നോക്കി, നമ്മൾ കുട്ടികളത് ടച്ച് ചെയ്ത് നോക്കും, അതേപോലെ ഹൈറ്റ് ഒക്കെ നോക്കും, ദെൻ ഇവിടെ മനസ്സിലാക്കും ഓക്കെ ഇതാണ് കറക്റ്റ് പ്ലേസിൽ. ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഹോൾഡ് ചെയ്യാം, ദെൻ ഇത് ടച്ച് ചെയ്ത് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് അത് ഹോൾഡ് ചെയ്യാണ്. ബൈൻഡ് ഫോൾഡിംഗ് ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. കണ്ണടച്ചുകൊണ്ട് നമുക്ക് അതിങ്ങനെ ഇത് എന്ത് ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? അതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് മെഷർ ചെയ്യാം, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, നോബിൾ സിലിണ്ടേഴ്സ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു പെയർ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് മെറ്റീരിയലിലേക്ക് വരാണ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഡിക്രീസ് വെൻ വിഡ്ത്ത് ഇൻക്രീസ്. കുറച്ച് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കുട്ടികളിൽ അപ്പൊ അത് ഭയങ്കര പണിയാണ്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഹൈറ്റ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്, വിഡ്ത്ത് കൂടി വരാണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് കൂടി വരാണ്. ഓക്കെ, ഇത് ഏറ്റവും ഹൈറ്റ് കൂടുതലാണ്, മെഷർ ചെയ്യാം, വിഡ്ത്ത് ഇത്രയുള്ളൂ. സോ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തു. നെക്സ്റ്റ് ഹൈറ്റ് കുറച്ച് കുറവാണെങ്കിൽ ഹൈറ്റ് ഡിക്രീസ് അല്ലേ? ഹൈറ്റ് ഡിക്രീസ്, വിഡ്ത്ത് നോക്കിയിട്ട് ഞാനത് ഇത് പ്ലേസ് ചെയ്തു. ദെൻ വിഡ്ത്ത് നോക്കിയിട്ട് ഹൈറ്റ് നോക്കാൻ പറ്റുന്നുണ്ട്, നോക്കിയിട്ട് നമ്മളത് പ്ലേസ് ചെയ്യാണ്. ദെൻ ഹൈറ്റ് വീണ്ടും കുറഞ്ഞു, വിഡ്ത്ത് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നോക്കാം, അതെന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ദെൻ ഇത് വിഡ്ത്ത് കൂടുതലാണ്, ഹൈറ്റ് തീരെ കുറവാണ്, കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത് ഹൈറ്റ് ഇൻക്രീസിങ്, വിഡ്ത്ത് ഡിക്രീസിങ്. അടുത്തതെന്ന് പറയുന്നത് ഹൈറ്റ് റിമെയിൻ സെയിം ആണ്. ഹൈറ്റ് റിമെയിൻ സെയിം, ഹൈറ്റ് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. വിഡ്ത്ത് എന്ത് വരുന്നു, വിഡ്ത്ത് കൂടി വരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹൈറ്റ് റിമെയിൻ സെയിം ആണ്, എല്ലായിടത്തും ഹൈറ്റ് റിമെയിൻ സെയിം ആണ്, ബട്ട് വിഡ്ത്ത് എന്താണ്, കൂടി വരാണ്. കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ മേ ബി ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റോങ് ആണ്. നോക്കി, ഞാൻ അടുത്തത് ഇവിടെ പ്ലേസ് ചെയ്തു, അടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു, അടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ കണ്ടോ, പോവില്ല, പ്ലേസ് ആവില്ല. വീണ്ടും കുഞ്ഞു കുട്ടികളാണെങ്കിൽ വീണ്ടും അതെടുത്ത് പുറത്ത് വയ്ക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത് ഇവിടെ കൊടുത്തു, ഇവിടെ പ്ലേസ് ആയില്ല. ഇവിടെ ഇത് നോക്കിയപ്പോ ഇത് പ്ലേസ് ആയി. ഇത് ഇവിടെ വെച്ചു, ഇതിവിടെ വെച്ചു. ഇതൊരു മെറ്റീരിയൽ ബാലൻസ് വന്നു, ഇതിവിടെ പ്ലേസ് ആവില്ല. അങ്ങനെ കുട്ടികളിൽ കൺട്രോൾ ഓഫ് എറർ സംഭവിക്കുന്നത്. റിപ്പീറ്റ്ലി ആരോ ചോദിച്ചു, 42 പ്രാവശ്യമൊക്കെ മിസ് ഇന്നത്തെ കുട്ടികൾ ചെയ്യുമെന്ന്. എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഇതിവിടെ പ്ലേസ് ചെയ്തു, ഇതിവിടെ പ്ലേസ് ചെയ്തു. ഹൈറ്റ് സെയിം ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇത് എന്ത് ചെയ്യും, ഞാൻ കറക്റ്റ് ചെയ്യട്ടെ കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ റിപ്പീറ്റിൽ ചെയ്തോളും. അപ്പൊ മിസ്റ്റേക്ക് സ്വയം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് റെക്ടിഫൈ ചെയ്തോളും. നെക്സ്റ്റ് മെറ്റീരിയൽ വീണ്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. വിഡ്ത്ത് സെയിം ആണ്, ഏതൊരു പെയറിലും അത് പ്ലേസ് ആവും. ഓക്കെ, ഞാൻ ഇതില്ലേ അത് ഇവിടെ പ്ലേസ് ചെയ്തു, പോയി കറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഞാൻ കുഞ്ഞിക്കുട്ടിയാന്ന് വിചാരിച്ചാൽ മതിയിട്ട് നിങ്ങള് രണ്ട് മിസ്റ്റേക്ക് പറ്റി. ഇനിയിപ്പോ കൺട്രോൾ ഫർദർ ചെയ്യണം, മിസ്റ്റേക്ക് തിരുത്തണ്ടേ, വീണ്ടും പ്ലേസ് ചെയ്തു. നമ്മൾ പിടിക്കുമ്പോൾ ഈ നോബിൽ തന്നെ പിടിക്കാൻ നോക്കാം. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. വീണ്ടും തിരിച്ചാണ് പറഞ്ഞാലേ ഇപ്പോഴും മിസ്റ്റേക്ക് പറ്റി, കറക്റ്റ് ആയിട്ട് നിന്നിട്ടില്ല. കറക്റ്റ് ആ ലെവലിൽ നിൽക്കണ്ടേ, അങ്ങനെ നമ്മളിത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് വയ്ക്കും. മെറ്റീരിയൽസ് നമുക്ക് റിപ്പീറ്റ്ലി ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതാണ് നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അത് 4 സെറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ കളർ ബോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ ബോക്സ്. ഇല്ല. ഓക്കെ, നമുക്ക് കളർ ബോക്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. 1 മിനിറ്റ് ഞാനത് റിപ്പോർട്ട്. നിങ്ങൾ ഒരു ബോക്സിൽ നമുക്ക് കുട്ടികൾക്ക് കളർ എന്ത് ചെയ്യാനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. സൗണ്ട് കുറവായിരുന്നു. കളർ ബോക്സ് എന്ന് പറയും. നമ്മള് കുട്ടികളിൽ കളർ സെൻസ് അല്ലെങ്കിൽ കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് കളർ ബോക്സ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു 11 സെറ്റിന്റെ കളറാണ് കേട്ടോ. 11 പീസസ് ഉള്ളൊരു സെറ്റിന്റെയാണ് ഉള്ളത്. കറക്റ്റ് വീഡിയോ ആണല്ലോ മിസ്. നോക്കട്ടെ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം ഇത് ഫുൾ ആയിട്ട് ടേപ്പ് ആയിട്ട് സ്റ്റീൽ ചെയ്ത് വെച്ചിരിക്കാം. Color tablets. Sorry. എല്ലാ കളേഴ്സിന്റെയും 2 പെയറോളം നമുക്ക് കളർ ടാബ്ലറ്റ്സിലുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ എപ്പോഴും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കളർ ഷെയ്ഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡൻ ആയിട്ടുള്ള പീസ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കളർ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ, സ്റ്റേഷനറി കടയിലോ കടയിൽ കളർ പേപ്പേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് കളർ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതില് നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഷേപ്സ് വെക്കുന്ന ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികളില്ലേ, നമ്മള് എന്താ പറയാ ചോക്ലേറ്റിന്റെ അല്ലോ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ഇല്ലേ, ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ. അവരിങ്ങനെ ചെയ്യും. ഈ കളർ ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞപ്പോ അവരുടേതായ ഐഡിയയിൽ അവർ ചെയ്തായിരുന്നോ. നമുക്ക് 11 ഷെയ്ഡ്സ് ഉണ്ട് ഇതില്. കുട്ടികളെ കളർ പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കളർ ബോക്സ് കേട്ടോ. കാണുന്നില്ല നിങ്ങള്? എന്നിട്ട് ഈ മെറ്റീരിയൽസ് കണ്ടിട്ടൊന്നും ഇഷ്ടായില്ല? ഞങ്ങളുടെ മെറ്റീരിയൽസ് ഒന്നും കണ്ടിട്ട് ഇഷ്ടാവണില്ല? ഇത് ക്ലിയറില്ലാത്ത ഇഷ്ടാവുന്നുണ്ട്. ഇത് കുട്ടികളെ കളർ പഠിപ്പിക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് കളേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കളറിംഗ് ബോക്സ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു ബോക്സിലാണ് വരുന്നത് കേട്ടോ. 11 പെയറാണ് ഉള്ളത്, 11 പീസസ് ആണ് ഉള്ളത്. കാർഡ്ബോർഡിൽ ഒട്ടിക്കുന്നതാണോ? ഇത് വുഡൻ ആടാ. നമ്മുടെ ശരിക്കുള്ള കളർ ബോക്സ് ഫുള്ളും വുഡൻ ആണ്. ഫുള്ളും വുഡൻ പ്ലേറ്റ്സ് ആണ്, കളേഴ്സ് ആണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ സൈഡിൽ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടോ
ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റില് കാർഡ്ബോർഡ് ഷീറ്റില് കുറച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ അതൊന്ന് ചെയ്താലും മതി. കാർഡ്ബോർഡിന് മേലെ ഒരു കളർ പേപ്പർ കവർ ചെയ്ത് ഒരു പീസ് സ്ക്വയർ പോലെ എടുത്തിട്ട്, വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആ വുഡ് എടുക്കാൻ പറ്റുമോ? എടുത്ത് മാറ്റി നമ്മള് റിമൂവ് ചെയ്യണ പോലെ വേണ്ട, ഫിക്സഡ് ആയിട്ടുള്ളത് മതി. കാരണം നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോവാണെങ്കിൽ കുട്ടികളത് എടുത്ത് ചിലപ്പോ അത് എന്താ പറയാ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇതായി പോകും. ഇതൊരു ബോക്സ് ആണ്, നമുക്കിതില് കളേഴ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. നമുക്ക് ഇത് വുഡൻ ബോക്സ് ആണ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് മതി. പ്ലാസ്റ്റിക് കാർഡ്ബോർഡ് ബോക്സോ പ്ലാസ്റ്റിക് ബോക്സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോക്സ്, ഇതേപോലത്തെ ഒരു ബോക്സ് വെക്കാം. ഇപ്പൊ നമ്മളുടെ കളർ ബോക്സ് 11 പീസസ് ആണ് ഉള്ളത് കേട്ടോ. 11 കളേഴ്സ് ആണ് വരുന്നത്. ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കോ, പ്രിപ്പയർ ചെയ്യാനുള്ളതല്ലേ. ഓക്കെ, അപ്പൊ നമ്മളുടെ എത്ര കളേഴ്സ് ചെയ്യണം മിസ്സേ? നിങ്ങളും 11 കളേഴ്സ് മാക്സ് 11 കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കളർ ബോക്സിന്റെ രണ്ടെണ്ണം വെച്ച് ചെയ്യണല്ലേ ഒരു കളറ്? ചെയ്യണോടോ. ഓക്കെ. അത് നമ്മളൊരു കുട്ടിക്ക് ഒരു ഹാൻഡിൽ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കാം, നമുക്ക് ഗ്രീൻ കളർ എടുക്കാൻ അവരോട് പറയാം. അവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഗ്രീൻ കളർ എടുത്ത് മാച്ച് ചെയ്യിക്കും. അവർ ഐഡന്റിഫൈ ചെയ്യാൻ, കളർ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കുറച്ച് നല്ലതാണ്. ഓക്കെ, അപ്പോ ലവ് ഓഫ് വർക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ വർക്കിനോട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. ഓക്കെ, ലവ് ഓഫ് വർക്ക് നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക് കണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് ഇത് ലവ് ഓഫ് വർക്ക് എന്നുള്ളത്. മെറ്റീരിയൽസ് ഇഷ്ടമായോ? ഞാൻ ഇന്ന് ഇത്രയും മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോർമൽ സിലിണ്ടേഴ്സ് പറഞ്ഞു, കളറിംഗ് ബോക്സ് പറഞ്ഞു, സെൻസറി മെറ്റീരിയൽ ആണ് കേട്ടോ, സെൻസ് ചെയ്യുന്നതാണ്. നമ്മള് കണ്ണിലൂടെ കണ്ണ് നമ്മൾ സെൻസ് ചെയ്തത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇഷ്ടമായോ? ഏത് മെറ്റീരിയൽ ഏറ്റവും ഇഷ്ടമായത്? നോബിൾഡ് സിലിണ്ടർ. ശരിക്കും നല്ലത് നോബിൾഡ് സിലിണ്ടേഴ്സ്. കാരണം നമ്മളിപ്പോ ഒരു എന്താ പറയാ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോബിൾഡ് സിലിണ്ടേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റും. അവർക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ട്രെയിനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മള് ലവ് ഓഫ് വർക്ക് കാര്യം ഒന്ന് റീഡ് ചെയ്യോ? പോയിന്റ് ഒന്ന് റീഡ് ചെയ്യോ? Read ma'am. Work in this sense means any activity which affects a child's whole personality as a form of self-expression and carries the child a corresponding joy in the performance of it. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും, അതേപോലെ ജോയ്ഫുൾ തോന്നും. നമ്മൾ സ്പോണ്ടേനിയസ് സെൽഫ് കോൺസെൻട്രേഷൻ ആയിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അതാണ് ഞാൻ ആലോചിച്ചത്. അതും കൂടി ഒന്ന് റീഡ് ചെയ്തേക്ക്. നമ്മളെ എൻവയോൺമെന്റിൽ കുട്ടികള് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളിൽ എന്ത് കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പോഴാണ് ഞാൻ നോബൽ സിലിണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞതും നമ്മള് എന്ത് പറഞ്ഞതും മെന്റൽ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞു വന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടോ, ഒന്നുകൂടി റീഡ് ചെയ്തേക്കെ. Profits spontaneous concentration. This concentration, which is so complete, often lonely the child from his environment. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടീനെ ലോൺലി ആക്കുക എന്നുള്ളൊരു മീനിങ് അല്ല പറയുന്നത്. നമ്മൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എൻ്റയർ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്കൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മെന്റൽ കോൺസെൻട്രേഷൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നു. അവരുടെ മൈൻഡ് ഒത്തിരി നേരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് നമ്മൾ
റിയൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ മിനിയേച്ചർ തന്നെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഏതൊരു ഈച്ച് ആൻഡ് എവറി സെഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിലും അവിടെ എന്താണ് നമ്മൾ കുട്ടികൾക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നതാണ് ഫ്രെയിംസ്. ഫ്രെയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ബട്ടണിങ് ഫ്രെയിം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്തതാണോ? നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തോണ്ടിരിക്കുകയാണ്. അത് നീ കാണിച്ചു തന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഇത് പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് കുട്ടികൾ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില കുട്ടികൾക്ക് ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചിലപ്പം മേ ബി എന്താണ് ഈ സ്വന്തം ബട്ടൺസ് പോലും പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. സ്വന്തം എന്താണ് ബട്ടൺസ് പോലും പ്ലേസ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. 1 മിനിറ്റ്. ഓക്കെ, നോക്കാം കേട്ടോ. നമ്മളിത് ബട്ടൺ ഫ്രെയിംസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ബട്ടൺസ് കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും അറിയണമെന്നില്ല ബട്ടൺസ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടത്. അതേപോലെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മള് നോർമൽ നമ്മള് നോർമൽ എൻവയോൺമെന്റിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ തന്നെ ഒരു മിനി വേർഷൻ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കുട്ടികൾക്ക് എന്ത് തോന്നില്ല, ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ആ ഒരു ഡിഫറൻസ് കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. സോ ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തന്നെ അവർക്കത് ചെയ്യാനായിട്ട് പറ്റും. നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഫ്രെയിം കംപ്ലീറ്റ് ആക്കിയോ? നമ്മൾ ആക്ടിവിറ്റിയിൽ ഫ്രെയിം കംപ്ലീറ്റ് ആക്കിയോ? മാം ഓരോന്നായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് മിസ്സേ. ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ഇപ്പൊ ഒരു ഷൂ ലേസിന്റെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാവരും ചെയ്യാട്ടോ. ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാം. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കളറിംഗ് ബോക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? നോർമലൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും ടഫ് അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. നമ്മള് മെത്തേഡിന്റെ മെയിൻ ആയിട്ട് മോണ്ടിസോറി മെത്തേഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിവിടെ ക്ലിയർ ചെയ്ത് പോവേണ്ട ഇതാണ്. നിങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോവേണ്ടതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ മാം ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോടാ. മാമിന് ദേഷ്യം വരുമോ? ഇല്ല, മനസ്സിലാവുന്നില്ലേ? അല്ല, മനസ്സിലാകുന്നുണ്ട്. ഇച്ചിരി സ്പീഡ് കൂടുതലാ. ഓക്കേടാ, നോക്കാടാ, സ്പീഡ് കുറയ്ക്കാൻ നോക്കാട്ടാ. ഞങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല പെട്ടെന്ന്. ഓക്കെ, അത് നോർമലായിട്ട് ഞാൻ എടുക്കുന്ന സ്പീഡാണത്. എല്ലാ ക്ലാസ്സിലും ഇതേ സ്പീഡിൽ എടുക്കാറ്. മേ ബി അങ്ങനെ എത്തുന്നുണ്ടാവില്ല. ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷമാണോ അല്ലെങ്കിൽ ആദ്യം മുതലേ അങ്ങനെയാണോ? സൈക്കോളജി ചാപ്റ്റർ തുടങ്ങിയപ്പോ തൊട്ട് അതത്ര പരിചയമില്ലാത്ത ചാപ്റ്റർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓക്കേടാ. നീഡ്സ് അല്ലേ ഉദ്ദേശിച്ചത്? സൈക്കോളജിന് അത് കൊടുത്തിട്ടില്ല. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തൊട്ട് ആണല്ലോ. ഓക്കെ ഓക്കെ, സ്പീഡ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ നോർമൽ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. നോർമലൈസ്ഡ് ചൈൽഡിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. അത് 3 റീഡ് ചെയ്തേ.
മനസ്സിലായോ? റീഡ് ചെയ്തപ്പോ എന്താണ് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്? ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. മോണ്ടിസോറി ഗവൺമെന്റ് ക്ലാസ് റൂമിലുള്ള ആ ഓർഡർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ഓട്ടോമാറ്റിക്കലി തന്നെ അവർ ചെയ്തു, ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. ലവ് ഓഫ് വർക്ക് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ജോയ്, ഭയങ്കര സന്തോഷം അത് അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, ഒത്തിരി നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് നോർമൽ ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാൻ പറയാം. ഇന്ന് പറഞ്ഞോ. ഇൻഡിഫൈൻ നോർമലൈസേഷൻ എന്ന ചാപ്റ്ററാണ് എടുത്തത്. ഇതിൽ നോർമലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു കുട്ടി ആക്ടിവിറ്റിയിലൂടെയാണ് കൂടുതൽ പെർഫെക്റ്റ് ആവുക. നമ്മളെ മൈൻഡും ശരീരവും ഒരുമിച്ച് വർക്ക് ചെയ്താൽ ആ കുട്ടിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അത് ഒരു കുട്ടി വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമ്പോഴാണ് കുട്ടിയിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡറിൽ ഒരു ഓർഡർ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുക. അവർക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെൻറ്റിനോട് കൂടുതൽ ഇഷ്ടമാണ്. ഈ മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമായിരിക്കും. ലവ് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഒരു അവർക്ക് വർക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ വീണ്ടും വീണ്ടും അത് തെറ്റ് വന്നാലും അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആ മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ പറഞ്ഞത് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. അവർക്ക് വർക്കിൽ നല്ല കോൺസെൻട്രേഷൻസ് ഉണ്ടാവും. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് മിസ് പരിചയപ്പെടുത്തി. പിന്നെ താങ്ക് യു. ഒരു ഹോംവർക്ക് തന്നു. താങ്ക് യു ടീച്ചർ, താങ്ക് യു.